ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ഓൾറെഡി അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിനെ പറ്റി കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഒരു ടോപ്പിക്കിനെ പറ്റിയൊരു വീഡിയോ ചെയ്തു, അതിൻ്റെ MCQ ചെയ്തു. ആൻഡ് അഗെയിൻ വി ആർ ബാക്ക് വിത്ത് ആൻ MCQ സെഷൻ, അതായത് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ നിങ്ങൾക്ക് ITI ലെവലാണെങ്കിലും ശരി, ഡിപ്ലോമ ലെവലാണെങ്കിലും ശരി, UG ആൻഡ് PG ഏത് ലെവലാണെങ്കിലും ശരി, നിങ്ങൾക്ക് ഒരു ബേസിക് ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന കുറച്ച് ടോപ്പിക്കുകളുണ്ട് അല്ലേ. അതായത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന ഏത് കോഴ്സ് ആണെങ്കിലും ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന കുറച്ച് കോഴ്സസ് ആണ്. അതിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ളതും അതിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിനെ പറ്റിയുള്ള ഒരു ടോപ്പിക്, ഒരു സെഷനാണ് ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് അഗെയിൻ MCQ ആണ്, ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. കുറച്ച് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും ഉണ്ട്, കുറച്ച് തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ നമ്മൾ ബേസിക് ഇലക്ട്രിക്കലിലൊക്കെ പഠിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബേസിക് ആയിട്ടുള്ള സിസ്റ്റം കമ്പോണൻസ് RCL എന്ന് പറയുന്ന കമ്പോണൻസുകളെ പറ്റി പഠിക്കും. 3 ഫേസ് ആൻഡ് സിംഗിൾ ഫേസ് കണക്ഷൻസിനെ പറ്റി പഠിക്കും. അതിൻ്റെ കുറച്ച് ന്യൂമറിക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതിൽ നിന്നുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. So first question എന്ന് പറയുന്നത്, the magnetic flux through a 50 turn coil increases at the rate of 0.05 Weber per second. What is the induced EMF between end of the coil? അപ്പോൾ നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? ഒരു 50 ടേൺ കോയിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് റേറ്റ് ഓഫ് ചേഞ്ച്, അതായത് 0.05 വെബർ പെർ സെക്കൻഡ്സ് എന്ന് പറയുന്ന ഒരു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സും തന്നിട്ടുണ്ട്. സോ നമുക്ക് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദ ഇൻഡ്യൂസ്ഡ് EMF? ഇൻഡ്യൂസ്ഡ് EMF. ഓക്കെ, സോ N തന്നിട്ടുണ്ട്, d∅dt തന്നിട്ടുണ്ട്. ആണ് കണ്ടെത്തേണ്ടത്. ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഓപ്ഷൻസ് ഈസ് 2.5 വോൾട്ട്, 5 വോൾട്ട്, 10 വോൾട്ട് ആൻഡ് 25 വോൾട്ട്. ഏതാണ് കറക്റ്റ്? സോ നമുക്ക് ആണ് കണ്ടെത്തേണ്ടത്. കണ്ടെത്താൻ വേണ്ടിയുള്ള ഇക്വേഷൻ ലോ ഏതാണ്? ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉണ്ട്, ലെൻസസ് ലോ ഉണ്ട്, എല്ലാം ഉണ്ട്. സോ നമുക്ക് N തന്നിട്ടുണ്ട്, d∅dt തന്നിട്ടുണ്ട്. ഈസ് ഈക്വൽ ടു N d∅dt അല്ലേ. N എന്ന് പറയുന്നത് 50 ആണ്, d∅dt എന്ന് പറയുന്നത് 0.05 വെബർ പെർ സെക്കൻഡ്സ് എന്ന് തന്നിട്ടുണ്ട്. സോ ഡയറക്റ്റ്ലി നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ സാധിക്കും. സോ N 50 ടേൺസ് ആൻഡ് d∅dt 0.05 ആൻഡ് ഇൻഡ്യൂസ് EMF വിൽ ബി ഈക്വൽ ടു N d∅dt. N എന്ന് പറയുന്നത് 50 ആണ്, 50 ഇൻറ്റു 0.05 ദാറ്റ് വിൽ ബി ഈക്വൽ ടു 2.5 വോൾട്ട്. 2.5 വോൾട്ട് ആണ് ഓപ്ഷൻ 2.5. ഓക്കെ, 2.5 ആണ്. ഇതാണ് കറക്റ്റ് ആൻസർ വരിക്കുന്നത്. 2.5 ആണ്. 2.5. ഓക്കെ, അപ്പോൾ ഇത് 2.5 ആണ് നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, വാട്ട് ഡിറ്റർമൈൻസ് ദ ചാർജ് ദാറ്റ് ഫ്ലോസ് ത്രൂ എ സർക്യൂട്ട് ഡ്യൂ ടു ദ ഇൻഡ്യൂസ്ഡ് EMF? What determines the charge that flow through a circuit due to the induced EMF? So induced EMF സംഭവിക്കുമ്പോൾ എന്താണ് ആ ചാർജ് ഫ്ലോവിന് കാരണക്കാരൻ ആരാണ് എന്നാണ് നമ്മുടെ ഒരു ചോദ്യം നമുക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഓപ്ഷൻസ് വിൽ ബി the rate of change of magnetic flux, the total change in magnetic flux, the initial magnetic flux and final. ഇനീഷ്യലും ഫൈനലും ഒന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല. സോ അതിലെല്ലാം പോട്ടെ. Then rate of change of magnetic flux and total change in magnetic flux നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. അറിയാവുന്ന കാര്യമാണ്. ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു N d∅dt, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. ഇതാണ് ഫസ്റ്റ് ആണ് ആൻസർ എന്ന് പറയുന്നത്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. ഇതാണ് ആൻസർ വരുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ്, the magnetic flux linked with a coil in Weber is given by the equation phi is equal to 6t square plus 3t plus 2. 6t square plus 3t plus 2. The magnitude of the induced EMF in the coil at t equal to 3 seconds will be. നമുക്ക് തന്നിട്ടുണ്ട് ഫൈ എന്ന് പറയുന്നത്, ഫ്ലക്സ് എന്ന് പറയുന്നത് 6t² പ്ലസ് 3t പ്ലസ് 2 ആണ്. ആൻഡ് ടി എന്ന് പറയുന്നത് 3 സെക്കൻഡ്സും ആണ് എന്നുണ്ടെങ്കിൽ മാഗ്നിറ്റ്യൂഡാണ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ്? നമുക്ക് ഫൈ തന്നിട്ടുണ്ട്, മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടെത്തും? d∅dt എടുക്കുക, d∅dt എടുക്കുക.
അപ്പോൾ d5/dt എങ്ങനെ എടുക്കാൻ സാധിക്കും? നമുക്ക് 6t² + 3t+2 എന്ന് തന്നിട്ടുണ്ടല്ലോ. സോ 6t എങ്ങനെ എടുക്കും? 12t + 3 അല്ലേ? 12t + 3 d5/dt is equal to 12t + 3 എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. പക്ഷെ ചോദ്യം എന്താണ്? ആ t = 3 t 3 ആകുമ്പോഴേക്കും എത്രയാണെന്നാണ് നമ്മുടെ ചോദ്യം. t = 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 12 × 3 + 3 that means 36 + 3 = 39 volt. 39 volt ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ വരുന്നത്. 39 വോൾട്ട് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. സോ ആ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഫാരഡേസ് ലോനെ ആ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമായിരുന്നു ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. സോ ആൻസർ വിൽ ബി 39 വിൽ ബി ദ ആൻസർ. എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഫൈ നമുക്ക് തന്നിട്ടുണ്ട്. ഫൈനെ നമുക്ക് ഡയറക്റ്റ്ലി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴേക്ക് നമുക്ക് 12t + 3 എന്ന് പറയുന്ന ഒരു വാല്യൂയിലേക്ക് എത്തും. ആ ടിയുടെ സ്ഥാനത്ത് നമ്മൾ നേരെ 3 എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 39 വിൽ ബി ദ ആൻസർ. 39. Next one, the magnetic flux in a coil changes from 20 × 10⁻². 20 × 10⁻² Weber to 12 × 10⁻² Weber in t = 0.02 seconds. Find the value of induced EMF in the coil. Again, നമുക്ക് d5/dt എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഇവിടെ തന്നിരിക്കുന്നത് എന്താ? ഒരു φ1 ഉണ്ട്, φ2 ഇനീഷ്യലും ഉണ്ട്, ഫൈനലും ഉണ്ട്. ഇനീഷ്യൽ ഫ്ലക്സ് തന്നു, ഫൈനൽ ഫ്ലക്സ് തന്നു, ആൻഡ് ടി എന്ന് പറയുന്നത് സാധനവും തന്നിട്ടുണ്ട് അല്ലെ, ടൈം തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോദിച്ചിരിക്കുന്നത് ഇൻഡ്യൂസ്ഡ് EMF കണ്ടെത്തുക എന്നാണ് നമ്മുടെ ചോദിച്ചിരിക്കുന്നത്. സോ എങ്ങനെ കണ്ടെത്തും? φ1 - φ2/Δt അല്ലെങ്കിൽ ടി എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 20 ആണ് ഇനീഷ്യൽ ആൻഡ് 12 ആണ് ഫൈനൽ, ആൻഡ് ടി എന്ന് പറയുന്നത് 0.02 എന്ന് തന്നിട്ടുണ്ട്. ഇൻഡ്യൂസ് EMF കണ്ടെത്താലോ. 12 × 10⁻² മൈനസ് 20 × 10⁻² ഡിവൈഡ് ബൈ 0.02. സോ ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഫൈനൽ ആൻസർ വിൽ ബി എത്രയായിരിക്കും വരിക? 4 വോൾട്ട് എന്നായിരിക്കും വരിക. ഫൈനൽ എന്ന് പറയുന്നത് 12 ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴേക്കും -8 ആയിരിക്കും. -8 അല്ലേ? -8 ആണ് നമുക്ക് വരുന്നത്. -8 × 10⁻² ആൻഡ് 0.02 ആൻഡ് ഹോൾ ലെൻസസ് ലോ വരും. മൈനസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഫൈനൽ ആൻസർ വിൽ ബി 8 × 10⁻² by 0.02. That will be equal to 4 volt എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ഓപ്ഷൻ 4 വോൾട്ട്. 4 വോൾട്ട്. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. 4 വോൾട്ട് ആണ് നമുക്ക് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടെ ലഭിക്കുന്ന ആൻസർ. നെക്സ്റ്റ്, the product of peak factor and form factor is equal to the ratio of the product of peak factor and form factor. Peak factor and form factor. ഇതിൻ്റെ പ്രോഡക്റ്റ് എന്താണെന്നാണ് നമ്മുടെ ചോദ്യം. ആവറേജ് വാല്യൂ ടു ദ RMS വാല്യൂ, RMS വാല്യൂ ടു ദ ആവറേജ് വാല്യൂ, പീക്ക് വാല്യൂ ടു ദ ആവറേജ് വാല്യൂ ആൻഡ് പീക്ക് വാല്യൂ ടു ദ RMS വാല്യൂ. അപ്പോൾ പീക്ക് ഫാക്ടറിൻ്റെ ഇക്വേഷൻ എന്താണ്? പീക്ക് ഫാക്ടർ എന്ന് പറയുന്നത് പീക്ക് വാല്യൂ ബൈ RMS വാല്യൂ. സോ പീക്ക് ഫാക്ടർ എന്ന് പറയുന്നത് പീക്ക് വാല്യൂ ബൈ RMS വാല്യൂ, ആൻഡ് ഫോം ഫാക്ടർ നിങ്ങൾക്കെല്ലാം അറിയാം RMS വാല്യൂ ബൈ ആവറേജ് വാല്യൂ. സോ നമുക്ക് എന്ത് ചെയ്യാം? RMSും ക്യാൻസൽ ചെയ്യാം. സോ പീക്ക് വാല്യൂ ബൈ ആവറേജ് വാല്യൂ, പീക്ക് ബൈ ആവറേജ് ആണ് നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് കിട്ടുന്നത്. സോ ഓപ്ഷൻ വിൽ ബി പീക്ക് വാല്യൂ ബൈ ആവറേജ്, പീക്ക് ബൈ ആവറേജ്, ഓപ്ഷൻ നമ്പർ സി. പീക്ക് വാല്യൂ ബൈ ആവറേജ് വാല്യൂ ആണ് ദ പ്രൊഡക്റ്റ് ഓഫ് പീക്ക് ഫാക്ടർ ഇൻറ്റു ഫോം ഫാക്ടർ എന്ന് പറയുന്ന ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. സോ പീക്ക് വാല്യൂ ബൈ ആവറേജ് വാല്യൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The instantaneous current in a circuit is given by I is equal to 4 cos omega t plus theta amps. The RMS value of the current. RMS value എങ്ങനെ കണ്ടെത്തും? വളരെ സിമ്പിൾ ആണ്. RMS value is equal to maximum value by √2. മാക്സിമം എത്രയാണ്? 4 നമുക്ക് തന്നിട്ടുണ്ടല്ലോ. ഇതാണ് മാക്സിമം വാല്യൂ. സോ 4 by √2 ദാറ്റ് മീൻസ് 2√2. വളരെ സിമ്പിൾ. 2 സ്റ്റെപ്പ് കൊണ്ട് ആൻസർ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഓപ്ഷൻ ഈസ് 2√2 ആണ് ഓപ്ഷൻ. ഇതാണ് ഓപ്ഷൻ വരുന്നത്. കറക്റ്റ്. സോ 2√2 ആംസ് ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്ന ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ്,
In a three-phase balanced star-connected system, which of the following will hold true? In a three-phase balanced star-connected. Okay. Which of the following will hold true? Option A, the angle between line currents and the corresponding line voltage is 30 plus 5 for leading. The angle between line current and the corresponding line voltage is 30 minus for lagging. The angle between line currents and the corresponding line voltage is 30 plus 5 for lagging. The angle between line current and the corresponding is the angles between line currents and the correspondings. ഇതിൽ ഓപ്ഷൻസ് ഏതാണ് വരുന്നത്? ഈ ഒരു ഓപ്ഷൻസ് ഇൻകംപ്ലീറ്റ് ആണ്. നമുക്ക് ബാക്കിയുള്ള 3 ഓപ്ഷൻസ് നോക്കാം. ദ ആംഗിൾ ബിറ്റ്വീൻ ലൈൻ ആൻഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് 30 ഡിഗ്രി പ്ലസ് 5 ലീഡിങ് ആണോ ലാഗിങ് ആണോ എന്നാണ് ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഏതായിരുന്നു കണക്ഷൻ വന്നിരിക്കുന്നത്? സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റം ആണ് വന്നിരിക്കുന്നത് അല്ലേ? സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റത്തിന്റെ കേസ് നമ്മൾ ഓൾറെഡി പവർ സിസ്റ്റത്തിന്റെ കേസ് 2 പവർ സിസ്റ്റത്തിന്റെ ഒക്കെ കേസ് നമ്മൾ പറഞ്ഞപ്പോൾ ഡിസ്കസ് ചെയ്തതാണ്. And option will be the angle between the line current and the corresponding line voltage is 30 degree plus 5 lagging. നമ്മൾ എങ്ങനെയാണ് വരുന്നത്? ഇത് V2, ഓക്കെ, V1, V2, V3, V2 ആൻഡ് നമ്മളിങ്ങനെ വരച്ചു. ഇതിനെയാണ് നമുക്ക് V3 മൈനസ് എന്ന് പറയുന്നത്. ഇത് I1 എന്ന് പറയും. ഇതാണ് ലൈൻ കറണ്ട് ആയിട്ട് ഇങ്ങനെ വരുന്നത് അല്ലേ? ഇങ്ങനെയായിരുന്നു നമുക്കൊരു ഓപ്ഷനായിട്ട് നമുക്ക് ഒരു ഫേസർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ വരുന്നൊരു ലൈൻ എന്ന് പറയുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് ദ ആംഗിൾ ബിറ്റ്വീൻ ലൈൻ കറണ്ട്സ് ആൻഡ് ദ കറസ്പോണ്ടിങ് ലൈൻ വോൾട്ടേജ് ഈസ് 30 പ്ലസ് 5 ഫോർ ലാഗിങ് എന്നാണ് നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് വരുന്നത്. തേർഡ് ഓപ്ഷനായിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ, 3 phase R, Y and B of a balanced AC circuit with the phase sequence R, Y, B are connected in star. These 3 voltages are equal in magnitude and displaced from 1 by dash electrical degree. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. എത്രയാണ് വരുന്നത്? 120 ഡിഗ്രി. ഒരു RYBയുടെ ഒക്കെ ഫേസ് ഡിഫറൻസ് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നതാണല്ലോ. 120 ഡിഗ്രി. State true or false for the following statement. In a delta system, the line voltage and phase voltage are equal. Line voltage and phase voltage are equal. When a star connected load is supplied by a voltage in ABC phase sequence, the line voltage lags the corresponding phase voltage by 30 degree. Okay, so first വന്നിരിക്കുന്നത് ഡെൽറ്റ ടു ഡെൽറ്റ കണക്ഷൻസിനെ പറ്റിയാണ് ഒരു ചോദ്യം വന്നിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റത്തിന്റെ ചോദ്യമാണ്. ഒരു കോൺസെപ്റ്റ് പരമായിട്ടുള്ള ഒരു കോൺസെപ്ഷ്യൽ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. സോ കൃത്യമായിട്ടുള്ള ആ കോൺസെപ്റ്റ് ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതൊരു ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ ഓപ്ഷൻ വിൽ ബി 4. First one is correct. Delta സിസ്റ്റത്തിൽ ലൈൻ വോൾട്ടേജ് ആൻഡ് ഫേസ് വോൾട്ടേജ് ആർ ഈക്വൽ. ഡെൽറ്റ കണക്ഷൻ ആണ് വരുന്നത്. സോ കറക്റ്റ്. പക്ഷേ സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റത്തിന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് when a star connected load supplied with voltage in ABC phase, the line voltage lags the corresponding phase voltage by 30 degree. That's the false answer. So option will be 4. Okay. Next one. In a star connected system, the phase angle difference between line and phase voltage is, നിങ്ങൾക്ക് അറിയാവുന്നതാണ്, 30 ഡിഗ്രിയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അത് നമ്മൾ ഒരുപാട് ഫേസർ ഡയഗ്രത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. സോ ഇതെല്ലാം നമുക്ക് ഇത്രയും ഒരു ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ഒരു MCQ സെഷനാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. കാരണം ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, എന്നാൽ പക്ഷേ കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ ഈ ഒരു ലെവലിലോ അല്ലെങ്കിൽ ഈ ഒരു ലെവലിനേക്കാളും കുറച്ചും കൂടെ മുകളിൽ നിൽക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എന്ന് പറയുന്ന കോമ്പറ്റേറ്റീവ് എക്സാമിൽ കറന്റ് ഏണസ്റ്റ് അക്കാഡമി അതിൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഏണസ്റ്റ് അക്കാഡമി അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന എക്സാമിന് വേണ്ടിയുള്ള കോഴ്സ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു കോഴ്സിനെ പറ്റിയോ സബ്ജക്റ്റിനെ പറ്റിയോ എക്സാംസിനെ പറ്റിയോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെയുള്ള ഗൂഗിൾ ഫോംസിൽ ഫില്ല് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കുക. ഓർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ എക്സ്പേർട്സ് അല്ലെങ്കിൽ മെൻറ്റേഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും. ഓൾറെഡി നമ്മുടെ കോഴ്സ് കോംപ്രഹെൻസീവ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ലൈവ് സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓർ നിങ്ങൾ ലേറ്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മോറോവർ ദാറ്റ് ഒരു Q&A സെഷൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസ് സബ്ജക്റ്റിൻ്റെ കറസ്പോണ്ടിങ്
ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് മോക്ക് ടെസ്റ്റ് ആണെങ്കിലും ശരി, മോഡൽ ടെസ്റ്റും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ് ടു യുവർ എക്സാം, നിങ്ങൾക്ക് എക്സാം എന്നാണോ അന്ന് വരെ നിങ്ങൾക്ക് ഒരു എക്സാംസ് സപ്പോർട്ട്, മോഡൽ എക്സാംസ്, മോക്ക് ടെസ്റ്റുകൾ എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് സബ്ജക്ട് എക്സ്പേർട്സിന്റെ ഒരു മെന്റർഷിപ്പ് ആൻഡ് ഓൾസോ റാങ്ക് ഹോൾഡേഴ്സിന്റെ ഒരു മെന്റർഷിപ്സ് നിങ്ങൾക്ക് ഓരോ കാൻഡിഡേറ്റ്സിനും ഏണസ്റ്റ് അക്കാഡമി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എന്ത് സംശയമുണ്ടെങ്കിലും നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക, ക്ലാരിഫൈ ചെയ്യുക. ഒരു ബെസ്റ്റ് ഫ്യൂച്ചറിന് വേണ്ടി ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. വിത്തിൻ 6 or 8 months എക്സാംസ് വരുന്നുണ്ട്. സോ ആ ഒരു ലോങ് ടേമിൽ തന്നെ നിങ്ങൾ പ്ലാൻ ചെയ്ത് ഒരു ബെസ്റ്റ് ഫ്യൂച്ചറിന് വേണ്ടി ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. താങ്ക് യു.